നല്ല വചനം പേജിലൂടെ വിശുദ്ധ ബൈബിളിന്റെ നിസ്തുല്യതയെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പര ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വീണ്ടും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ പഠന പരമ്പരയുടെ 33-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ 33-ാമത്തെ എപ്പിസോഡിൽ ബൈബിൾ എന്തുകൊണ്ട് നിസ്തുല്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ശീർഷകമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ബൈബിൾ നൽകുന്ന വിമോചന വിളംബരം സംബന്ധിച്ച് ബൈബിൾ നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ്. ബൈബിളിനെ ഒരു വിമോചന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന വിജയകാഹളമായി ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിലകൊള്ളുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിമോചന വിളംബരം ദൈവം വാഗ്ദത്തം ചെയ്യുന്നതായിട്ടാണ് അവിടെയെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിന് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള വിമോചനം, അതുപോലെ കായീൻ ആദ്യ മനുഷ്യന്റെ മൂത്ത മകനായിരുന്ന കായീന് ശാപത്തിൽ നിന്നുള്ള വിമോചനം, നോഹയ്ക്കും കുടുംബത്തിനും ജലപ്രളയത്തിലുള്ള മഹാനഷ്ടത്തിൽ നിന്നുള്ള വിമോചനം, ഇസ്രായേൽ ജനത്തിന് മിസ്രൈമ്യ പ്രവാസത്തിൽ നിന്നുള്ള വിമോചനം, കാലാകാലങ്ങളിലായി ഇസ്രായേലിനെ അടിമപ്പെടുത്തിയ ജാതികളുടെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജാതിക്കുള്ള വിമോചനം. ഇങ്ങനെ ബൈബിളിന്റെ ആദ്യ യാമം മുതൽ അവസാനം വരെയുള്ള പേജുകൾ പരിധി നോക്കിയാൽ അവിടെയെല്ലാം വിമോചനത്തിന്റെ ശംഖനാദം ഉറക്കെ മുഴക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥസാഹിതിയായി ഈ വിശുദ്ധ ബൈബിളിനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അടിമകൾക്ക് നൽകപ്പെടുന്ന മോചനം സംബന്ധിച്ച് ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത ഏതാണ്ട് 400 സംവത്സരത്തോളം മിസ്രൈമിൽ അടിമകളായി ഊഴിയ വേലക്കാരായി ഇഷ്ടിക നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. കഠിനമായ ആ പീഡനത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച വിടുതൽ എന്ന് പറയുന്ന വിശേഷമായി അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തെ വളരെ വ്യക്തതയോടുകൂടെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിളിലെ 2ാമത്തെ പുസ്തകമായിരിക്കുന്ന പുറപ്പാട് പുസ്തകം. ആ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ അനുഭവിച്ച അതികഠിനമായിരുന്ന യാതനകളെയും ദൈവം അത്ഭുതാവഹമായ നിലയിൽ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ച വിടുതലിനെയും വളരെ വ്യക്തമായ നിലയിൽ വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യ മഹാരാജ്യത്തും മറ്റനേക ലോകരാഷ്ട്രങ്ങളിലും നിലവിലിരുന്ന അടിമത്വവും അടിമ കച്ചവടവും അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യനോട് മനുഷ്യ നിലയിൽ ഒരു ആദരവ് കാണിക്കണം. മനുഷ്യൻ ആരുടെയും അടിമയല്ല, ദൈവത്തിന്റെ മാത്രം അടിമയാണ്. അടിമ ഉടമ എന്ന വ്യവസ്ഥിതി വിശുദ്ധ വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല എന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ച ഗ്രന്ഥസാഹിതിയാണ് വിശുദ്ധ ബൈബിൾ. വാസ്തവത്തില് ബൈബിളിന്റെ ഈ സമർത്ഥമായിരിക്കുന്ന പ്രഖ്യാപനം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഒരളവ് വരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ശ്രീബുദ്ധനോ ശങ്കരാചാര്യരോ കൺഫ്യൂസസോ അവരാരും തന്നെ മനുഷ്യനെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും നിർദ്ദേശിച്ചതായിട്ട് ഒരു വാചകം പോലും നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അടിമ കച്ചവടം പാടില്ല എന്നും മനുഷ്യനെ അടിമകളായി വിൽക്കരുത് എന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വേദസാഹിതിയാണ് വിശുദ്ധ ബൈബിൾ. ലോകത്തിലെ എവിടെയും ക്വാക്കേഴ്സ് പോലെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങളാണ് അടിമ കച്ചവടത്തിനെതിരായി മുറവിളി കൂട്ടിയതും അതുപോലെ അടിമ കച്ചവടം നിർത്തലാക്കുവാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ചതും. അപ്പോൾ വാസ്തവത്തിലെ ബൈബിൾ അടിമ ഉടമ വ്യവസ്ഥിതിയെ വാസ്തവത്തിൽ അപലപിക്കുന്നു എന്ന് മാത്രമല്ല, അടിമ കച്ചവടത്തെ അതിശക്തമായ നിലയിൽ അപലപിക്കുകയും അത് തെറ്റാണെന്ന് വിളംബരം ചെയ്യുകയും ചെയ്യുന്നു. പാപത്തിലും പാപത്തിന്റെ ഫലത്തിലുള്ള മോചനം മനുഷ്യവർഗത്തിന് പ്രദാനം ചെയ്യുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. സകല മനുഷ്യരും പാപികളാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പാപത്തിന്റെ ഫലമായ 2ാം മരണം അഥവാ നിത്യശിക്ഷാവധി, ഈ നിത്യശിക്ഷാവധിയിൽ നിന്ന് മനുഷ്യവർഗത്തിന് ബൈബിൾ വിളംബരം ചെയ്യുന്ന മാർഗമാണ് രക്ഷയുടെ മാർഗം. അത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായി ആത്മാവിന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ശാശ്വതമായ വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് നിത്യ നരക ശിക്ഷാവിനുള്ള വിമോചനവും ദൈവം മനുഷ്യന് വാഗ്ദത്തം ചെയ്യുന്നു. അതുപോലെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചും അതിശക്തമായ നിലയിൽ പ്രസ്താവിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം.
തൊഴിലാളി വർഗത്തിന്റെ വിമോചനം സംബന്ധിച്ച് മുതലാളി വർഗത്തിനെതിരെ ചാട്ടവാറോടെ ഓങ്ങിയ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ മനുഷ്യനെ തൊഴിലാളിയാസനെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ ധനിക വർഗത്തെ നിശിതമായി വിമർശിക്കുകയും തൊഴിലാളി വർഗത്തിന്റെ കൂലി പിടിച്ചു വെച്ചിട്ടുള്ള ധനവാന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് അതിശക്തമായ നിലയിൽ അവർക്ക് നേരെ തിരിഞ്ഞ് ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം തന്നെ വാസ്തവത്തിൽ ധാരാളം തൊഴിലാളി വർഗങ്ങൾ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ്. ബൈബിളിന്റെ എഴുത്തുകാർ തന്നെ മിക്കവാറും തൊഴിലാളികളാണ്. അതായത് ആട്ടിടയന്മാർ, വല ഉണ്ടാക്കുന്നവർ, വല നന്നാക്കുന്നവർ, മീൻ പിടിക്കുന്നവർ, കരം പിരിക്കുന്നവർ, കൂടാരം ഉണ്ടാക്കുന്നവർ, നിലവുഴുന്നവർ തുടങ്ങി കർഷക തൊഴിലാളികളായിട്ടുള്ള ധാരാളം ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും വളരെ വ്യക്തമായി വായിക്കുകയാണെങ്കിൽ ലോകത്തിൽ വാസ്തവത്തിലെ ധനിക വർഗം അടിമകളാക്കി വെച്ചിരുന്ന മനുഷ്യവർഗത്തിന്റെ വിമോചനത്തെ സംബന്ധിച്ച് ധനിക വർഗത്തിന്റെ മുഖത്ത് നോക്കി അതിശക്തമായ നിലയിൽ അപലപനീയം എന്ന് പ്രഖ്യാപിച്ച അനുഗ്രഹീതമായ ഗ്രന്ഥസാഹിതിയാണ് ഈ വിശുദ്ധ ബൈബിൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ വാസ്തവത്തില് മനുഷ്യന് നൽകുന്ന വിമോചനം സംബന്ധിച്ച് വിളംബരം ചെയ്യുന്ന ഗ്രന്ഥം എന്ന നിലയിൽ വിശുദ്ധ ബൈബിൾ അതിശ്രേഷ്ഠമാണ്, വിശുദ്ധമാണ്, നിസ്തുല്യമാണ്. ദൈവം അനുവദിച്ചാൽ മറ്റൊരു എപ്പിസോഡിൽ കൂടി ബൈബിളിന്റെ മറ്റൊരു സുപ്രധാനമാകുന്ന മനോഹാരിതയെ സംബന്ധിച്ചുകൂടെ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.